وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبالأسماء الله الحسنى ما علمت منها وما لم أعلم من شر ما خلق وبرأ وذرأ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെ എല്ലാവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളി ചുറ്റും അന്തവിഷമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിടം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും എല്ലാം അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമാവാൻ അടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പവിത്രത നൽകിയ, ശ്രേഷ്ഠത നൽകിയ മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസം. യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്ന് എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ 4 മാസങ്ങളിൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് യുദ്ധങ്ങൾ നടന്നിരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ നടന്നിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 മാസങ്ങളെ പരിശുദ്ധമാക്കി കണക്കാക്കുകയും ഈ 4 മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ ഹറാമാക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ വളരെ പവിത്രത നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി വല്ലദീ ബിബക്ക, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ തവാഫ് ചെയ്യുന്ന പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്ന പരിശുദ്ധമായ മാസമാണ് ദുൽഹിജ്ജ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിനെ പിടിച്ചിട്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമായ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫജ്റിലൂടെ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദുൽഹിജ്ജയിലെ 10 രാത്രികളെ കുറിച്ചാണ്. ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള 10 രാത്രികളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലയാലിൻ അശ്ർ എന്ന് വിശുദ്ധമായ ഖുർആനിൽ സൂചിപ്പിച്ചത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്യണമെങ്കിൽ, ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയണമെങ്കിൽ ആ സത്യം ചെയ്യുന്ന സത്യത്തിന് വേണ്ടി പ്രയോഗിക്കപ്പെടുന്ന ആ വസ്തുവിന് വലിയ മഹത്വമുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഖുർആനിൽ നമുക്ക് ഒരുപാട് സത്യങ്ങൾ കാണാം. വൽ അശ്ർ എന്ന് പറയുന്ന കാലത്തെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഒരുപാട് സത്യങ്ങൾ, വത്തീനി വസ്സൈതൂൻ, ഒരുപാട് സത്യങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾക്ക് മുഴുവൻ വലിയ പവിത്രതയും മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അത്തരത്തിൽ വലയാലിൻ അശ്ർ, 10 രാത്രികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹിജ്ജയിലെ 10 രാത്രികളെ വിശുദ്ധമായ ഖുർആനിൽ സത്യം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തി. അത് ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതയെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്.
ദുൽഹിജ്ജയുടെ പവിത്രതയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾക്ക്, നമ്മൾ ചെയ്യുന്ന നോമ്പുകൾക്ക്, നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന നല്ല പുണ്യകരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലാഹുവിന് ഏറ്റവും തൃപ്തികരമായ തന്റെ അടിമ തന്നിലേക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. നമ്മുടെ പൂർവിക പിതാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ദുൽഹിജ്ജ 10 ദിവസം കടന്നു വന്നാൽ അവർ ആരാധന നിമഗ്നരായിരുന്നു. അവർ ഇബാദത്തിൽ മുഴുകുമായിരുന്നു. രാത്രി നിസ്കരിക്കുമായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇദാ ദഖല അൽ-അശ്റു ഇജ്തഹദ ഇജ്തിഹാദ. ഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ 10 പ്രവേശിച്ചാൽ, ദുൽഹിജ്ജ മാസം പ്രവേശിച്ചാൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിലും ഇജ്തിഹാദ വലിയൊരു പരിശ്രമിക്കുമായിരുന്നു. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ശക്തമായ പരിശ്രമം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല അത്താമായ ഖാദി യഖദിറു അലൈഹി വറുബി അൻഹു ലാ തുത്ഫിഉ സുജകും ലയാലിൽ അശ്ർ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിളക്കുകൾ അണക്കാൻ പാടില്ല. അദ്ദേഹം തന്റെ കുടുംബക്കാരോട് പറയാറുണ്ടായിരുന്നു, തന്റെ കൂട്ടുകാരോട് പറയാറുണ്ടായിരുന്നു, ദുൽഹിജ്ജയുടെ 10 രാത്രികളിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിളക്കുകൾ അണക്കരുത്. എന്തിനാണ് വിളക്കുകൾ അണക്കരുത് എന്ന് പറഞ്ഞത്? ആരാധനയിൽ ദുൽഹിജ്ജയുടെ രാത്രി മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുന്നതിൽ മുഴുകാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ വിളക്കുകൾ അണക്കരുത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തന്റെ കുടുംബക്കാർക്ക് ഉത്ബോധനം നൽകിയത്. വിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ ഹാജിമാർ മുഴുവൻ കഅബയിൽ തവാഫ് ചെയ്യുമ്പോൾ അവരൊക്കെ ഇഹ്റാമിന്റെ വേഷത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ നാട്ടിലുള്ള നമ്മൾ ചെയ്യേണ്ടത് അവരോട് മനസ്സ വാച കർമ്മണ അവരോട് നമ്മൾ കൂറ് പുലർത്തണം. അവരോട് എങ്ങനെയാണ് കൂറ് പുലർത്തൽ? അവർ ആരാധനയിൽ നിമഗ്നരാകുമ്പോ നമ്മളിവിടെ ആരാധന നിമഗ്നരാവണം. അവരവിടെ തവാഫ് ചെയ്യുമ്പോ നമ്മളിവിടെ ഖുർആൻ പാരായണം ചെയ്യണം. അവരവിടെ ബലിപെരുന്നാളിന് ഉദ്ഹിയത്ത് ഇറക്കുമ്പോ ആ ഉദ്ഹിയത്തിൽ നമ്മളും പങ്കുചേരണം. അതാണ് അവരോട് കൂടാവുക എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജയ്ക്ക് ഇത്ര വലിയ പവിത്രത ലഭിക്കാൻ എന്താണ് കാരണം? മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്റെ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, വല്ലദീ യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്റിൽ ഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫി. ദുൽഹിജ്ജയ്ക്ക് വലിയ പവിത്രത കിട്ടാൻ പല ഒരുപാട് ആരാധനാകർമ്മങ്ങൾ ദുൽഹിജ്ജ മാസത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. മറ്റു മാസങ്ങളിലില്ലാത്ത പല ആരാധനകളും ദുൽഹിജ്ജ മാസത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഏതൊക്കെയാണ് ഇബാദത്തുകൾ? ഒന്ന് നിസ്കാരമാണ്. ദുൽഹിജ്ജ 10 നിസ്കാരം നടക്കും. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നിസ്കാരങ്ങൾ നടക്കും. മാത്രമല്ല സിയാം നോമ്പനുഷ്ഠാനം നടക്കും, നോമ്പനുഷ്ഠിക്കൽ നടക്കും. മാത്രമല്ല സ്വതക്ക നടക്കും, ഹജ്ജും നടക്കും. ഈ 4 ഇബാദത്ത് കർമ്മങ്ങളും ഒരുപോലെ നടക്കുന്ന ഒരു മാസങ്ങളിലില്ല. ഹജ്ജും നിസ്കാരവും നോമ്പും സ്വതക്കയും ഒരുപോലെ നടക്കുന്ന വേറൊരു മാസമാണുള്ളത്. വേറെ ഏത് മാസവുമില്ല. അതുകൊണ്ട് 4 ഇബാദത്തുകൾ ഒപ്പം നടക്കുന്ന ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖൈറാത്തുകൾ, അല്ലാഹുവിന്റെ നന്മകൾ ലോകത്തേക്ക് വർഷിക്കും. അറഫയുടെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഹദീസിൽ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമ്മൾ ചെയ്യേണ്ടത് ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. കഴിഞ്ഞ ഒരു മാസക്കാലം ജീവിച്ചതുപോലെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു മാസക്കാലം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് പവിത്രതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കാര്യം പറഞ്ഞു. വവഅദ്നാ മൂസാ 30 ലൈല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് 30 ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എന്തിന്? തൗറാത്ത് സ്വീകരിക്കണമെങ്കിൽ മനസ്സിന് അതിന് ബലം വേണം. മനസ്സിന് ഒരു അല്ലാഹുവിലേക്ക് കൂടുതൽ മനസ്സമർക്കണം. എങ്കിലേ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു 30 ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം. വാത്മംനാഹാ ബിഅശർ, 10 ദിവസം കൂടി നോമ്പ് അനുഷ്ഠിക്കണം. ഏതൊക്കെയാണ് ഈ 10 ദിവസങ്ങൾ? ഏതൊക്കെയാണ് ഈ 30 ദിവസങ്ങൾ? മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, വഹിയ ദുൽഖഅദയുടെ 30 ദിവസമാണ്. മാത്രമല്ല വഅശറുൻ മിൻ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിവസങ്ങളുമാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ വിശുദ്ധമാകപ്പെട്ട ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിനെ സജ്ജമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിച്ചത് ദുൽഖഅദയിലും ദുൽഹിജ്ജയിലുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ സത്യവിശ്വാസികൾ ദുൽഹിജ്ജയിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് അറഫാ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗാമികൾ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിച്ചവരായിരുന്നു നമ്മുടെ പൂർവിക പിതാക്കന്മാർ. ഈ പള്ളി ചുറ്റും വന്ന് വിഷമോടുന്ന പല ഉമ്മമാർ, പല പെങ്ങന്മാർ, പല ഉപ്പമാർ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിച്ചവരായിരുന്നു. അവരുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ അണുവിട വ്യതിചലിക്കാൻ പാടില്ല. അവരെ നമ്മൾ പിൻപറ്റണം. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദുൽഹിജ്ജ 9-നെങ്കിലും അറഫാ ദിവസത്തിന്റെ അന്നെങ്കിലും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് ഒരു ഹജ്ജിന്റെ മാസം എന്നതിലുപരി മുസ്ലിം സമൂഹത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുന്ന മാസമാണ് ദുൽഹിജ്ജ മാസം. ഏത് അഹങ്കാരിയും ലോകത്ത് നിലനിൽക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് ദുൽഹിജ്ജ മാസമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ വലയാലിൻ അശ്ർ, ദുൽഹിജ്ജയിലെ 10 മാസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഖുർആൻ പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇബാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد. ലോകം കണ്ട അക്രമികൾ ഫിർഔനെ നശിപ്പിക്കാൻ ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞ് അഹങ്കരിച്ച, എനിക്കാണ് ഏറ്റവും വലിയ പവറുള്ളതെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫിർഔനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് ചരിത്രം പറയാൻ വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജയിലെ 10 മാസങ്ങളെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ നശിപ്പിച്ച ചരിത്രം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂദ് ഗോത്രത്തെ നശിപ്പിച്ച ചരിത്രം പറഞ്ഞത് ദുൽഹിജ്ജയുടെ 10 രാത്രികളെ സത്യം ചെയ്തുകൊണ്ടാണ്. ആദ് സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം പറഞ്ഞത് ദുൽഹിജ്ജയിലെ 10 മാസങ്ങളെ സത്യം ചെയ്തുകൊണ്ടാണ്. അത് വിശുദ്ധമാക്കപ്പെട്ട ഈ ദുൽഹിജ്ജയുടെ 10 മാസം നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് ഏത് അഹങ്കാരിയും ലോകത്ത് ഞാനാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു അഹങ്കാരിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു പൊറുപ്പിക്കില്ല എന്ന് ദുൽഹിജ്ജ മാസത്തിന്റെ 10 രാത്രികളെ സത്യം ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടതാണല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ 18ാം ലോകസഭാ മത്സരം നടന്നതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാതെ ഞാനാണ് രാജ്യത്തിന്റെ വിശ്വഗുരു, ഞാനാണ് രാജ്യത്തിന്റെ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച, ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഒരു ഭരണാധികാരിയെ കേവലം തൂക്ക് മന്ത്രിസഭയിലേക്ക് നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിച്ചത് നമ്മൾ കണ്ടതാണ്. അതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സൂചിപ്പായി, ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ദുൽഹിജ്ജ മാസം വളരെയധികം ഏത് അഹങ്കാരിയും ലോകത്ത് വാഴില്ല എന്ന് സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് വിശ്വാസി ഒരിക്കലും നല്ല പ്രതീക്ഷ കൈവിടാൻ പാടില്ല. വിശ്വാസി നല്ല പ്രതീക്ഷ ഒരിക്കലും കൈവിടാൻ പാടില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഭരണാധികാരികൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ പോലും വിശ്വാസികൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ഒരുപക്ഷെ കാലങ്ങൾ നീണ്ടേക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ദിവസങ്ങളും മണിക്കൂറുകളും കൊല്ലങ്ങളും നീണ്ടേക്കാം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, തന്റെ സമൂഹത്തിനെതിരെ അല്ലാഹുവേ എന്റെ സമൂഹത്തെ നശിപ്പിക്കണമേ. ഞാൻ അവരെ ഒരുപാട് കൊല്ലം ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്തു, അവർ വിശ്വസിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിക്ക് ഉത്തരം കൊടുത്തത് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ
നൂഹ് നബിക്ക് ഉത്തരം കൊടുത്തത് 200 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. വിശ്വാസി പ്രതീക്ഷ കൈവിടാൻ പാടില്ല. എന്ത് വലിയ ദുരന്തങ്ങൾ വന്നാലും, എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന ബോധം നമുക്കുണ്ടാവണം. അതാണ് ദുൽഹിജ്ജ പഠിപ്പിക്കുന്നത്. അതാണ് ദുൽഹിജ്ജ മാസം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനെതിരെ ദുആ ചെയ്തു. ഫിർഔനെതിരെ പ്രാർത്ഥിച്ചു മൂസാ നബിയും ഹാറൂൻ നബിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഉത്തരം കൊടുത്തത് 40 വർഷത്തിന് ശേഷമാണ്. 40 വർഷത്തിന് ശേഷമാണ് ഫിർഔനെ നദിയിൽ മുക്കിക്കൊന്നത്. ചരിത്രം നമ്മെ സൂചിപ്പിക്കുന്നതാണ്. വിശ്വാസികൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുൽഹിജ്ജയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നത്. ഇനിയും ഉദ്ഹിയ്യത്തിൽ ഭാഗമാക്കാത്ത ആളുകൾ അതിന് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മൾ ഉദ്ഹിയ്യത്തിന് വേണ്ടി നമ്മുടെ പണം ചെലവഴിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പണം തന്നിട്ടുണ്ട്. ആ പണം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ചെലവഴിച്ചു നോക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമുക്ക് നൽകും. ഉറപ്പാണ്. നാളെ പരലോകത്ത് സിറാത്ത് പാലം എന്ന് പറയുന്ന പാലത്തിലൂടെ നമുക്ക് നടന്നു പോകാനുള്ള, നമുക്ക് കയറി പോകാനുള്ള വാഹനമാണ് ഉദ്ഹിയ്യത്തിന്റെ മൃഗം. അതുകൊണ്ട് കഴിവുള്ള ആളുകളെ ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കണം. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അദാഹി, നബി എന്താണ് ഉദ്ഹിയ്യത്ത് ഒന്ന് പറഞ്ഞു തരുമോ? ഈ ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സുന്നത്തു അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ചര്യയാണത്. നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബത്ത് ചോദിച്ചു, നബിയേ മാലനാ മിൻഹാ, ഞങ്ങൾക്ക് ഉദ്ഹിയ്യത്ത് അറുത്താൽ എന്താണ് കിട്ടുന്നത്? ഞങ്ങൾക്ക് എന്താണ് ഉദ്ഹിയ്യത്ത് അറുത്താൽ കിട്ടുന്നത് എന്ന് സ്വഹാബത്ത് നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ബികുല്ലി ശഅറത്തിൻ ഹസന, നിങ്ങൾ അറുക്കുന്ന ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ രോമത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. നിങ്ങൾ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ അറുത്താൽ, നിങ്ങളൊരു ആടിനെ അറുത്താൽ, നിങ്ങളൊരു പോത്തിനെ അറുത്താൽ, നിങ്ങളൊരു പശുവിനെ അറുത്താൽ, ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിലുള്ള ഓരോ രോമത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓരോ കൂലി എഴുതുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. നബി തങ്ങൾ പറയുന്നു, മാ അൻഫഖതുൽ വലിക ഫീ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹ്, എൻ്റെ കയ്യിലുള്ള പണം ഞാൻ ചെലവഴിച്ചിട്ടില്ല, ഫീ ഷൈഇൻ, ഒരു വസ്തുവിലും ഞാൻ ചെലവഴിച്ചിട്ടില്ല, അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പണത്തിലും ഒരു കാര്യത്തിലും ഞാൻ ചെലവഴിച്ചിട്ടില്ല, മിൻ നഹീരിൻ യുൻഹറു ഫീ യൗമിൽ ഈദ്, പെരുന്നാൾ ദിവസം അറുക്കപ്പെടുന്ന ബലിമൃഗത്തിലല്ലാതെ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അടിമ ചെലവഴിക്കാൻ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പത്ത് അത് ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന് വേണ്ടി സംഭാവന ചെയ്യലാണ്, അതിനുവേണ്ടി അതിൽ പങ്കുചേരലാണ് എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മൾ ഉദ്ഹിയ്യത്തിൽ നമ്മൾ ഭാഗവാക്കാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. സമ്പത്തുള്ളവർ, കഴിയുന്ന ആളുകൾ അതിൽ പങ്കുചേരണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ 1 ശേഷം തന്റെ ശരീരത്തിലെ നഖമോ മുടിയോ മറ്റു കാര്യങ്ങളോ നീക്കം ചെയ്യാൻ പാടില്ല. അത് കറാഹത്താണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കറാഹത്താണ്. തലയിലെ മുടി, നഖം, അതുപോലത്തെ മറ്റു വസ്തുക്കൾ നീക്കം ചെയ്യൽ കറാഹത്താണ്. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഇന്ന് ദുൽഹിജ്ജ 29 ഒരുപക്ഷെ ഇന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ദുൽഖഅദ 29 ഒരുപക്ഷെ ഇന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 1 അതുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഇന്ന് തന്നെ തങ്ങളുടെ മുടിയും മറ്റു അവയവങ്ങളും ഒക്കെ ശരിയായി വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൃഗത്തെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർ ആ മൃഗത്തെ വളരെ നല്ല രീതിയിൽ പരിചരിക്കണം. കാരണം നാളെ നമുക്ക് മഹ്ശറയിൽ ചെല്ലുമ്പോൾ നമുക്ക് സാക്ഷി നിൽക്കേണ്ട, നമ്മ സിറാത്ത് പാലത്തിന്റെ മുമ്പിലൂടെ കൊണ്ടുപോകേണ്ട വാഹനമാണ് നമ്മുടെ ഉദ്ഹിയ്യത്തിന്റെ മൃഗം എന്ന ബോധത്തോടുകൂടെ നമ്മളൊക്കെ ആ മൃഗത്തെ വളരെ നമ്മുടെ മക്കളെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. സംഭാവന ചെയ്ത ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരൻ നമ്മുടെ പള്ളിയിലേക്ക്